വിടും ന്യൂസ് മോർണിംഗിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വീടിന് സമീപമുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം. കുളത്തിലേതുൾപ്പെടെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കും. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ഭീതി ഉണർത്തുകയാണ്. എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ആരോഗ്യവകുപ്പ് പ്രദേശത്ത് സ്വീകരിച്ചിരിക്കുന്നത്? അതായത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് മസ്തിഷ്ക ജ്വരമാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണം എന്നുള്ളത് സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ ഈ കുട്ടി വീടിന് സമീപത്തെ ഒരു കുളത്തിൽ കുളിക്കാൻ പോയിരുന്നു. ഇവിടെ നിന്നുമാകാം ഈ രോഗം പിടിപെട്ടത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആരോഗ്യ വകുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുളത്തിലെ സാമ്പിൾ ഇന്ന് ശേഖരിക്കുമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ സമീപത്തെ മറ്റ് ജലാശയങ്ങളിലെ സാമ്പിളുകളും ശേഖരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. സ്ഥലത്ത് ഏതായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ 2 സഹപാഠികൾക്കും ഒപ്പം തന്നെ ക്കും സമാനമായ രീതിയിൽ പനി ലക്ഷണങ്ങളുണ്ട്. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടുകൂടി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് മസ്തിഷ്ക ജ്വരമാണോ എന്ന സംഭവത്തിൽ കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിൽ പരിശോധനാ ഫലങ്ങളിലൊന്നും തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ കുട്ടികളും നിരീക്ഷണത്തിലാണ്. ഏതായാലും ഈ ജലാശയങ്ങളിലൊന്നും തന്നെ നിലവിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഏതായാലും പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും രോഗത്തിന്റെ ഉറവിടം കൃത്യമായി സ്ഥിരീകരിക്കാൻ സാധിക്കുക.